മദ്യത്തിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിവരില്ല. കാരണം ഒരു മദ്യപാനിയുടെ ആവട്ടെ, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, ഇവരുടെയൊക്കെ ആസക്തിയെക്കുറിച്ച് എത്ര പറഞ്ഞാലും അത് പറയുന്നതിൽ അർത്ഥമില്ല. അത് ഉപയോഗിക്കുന്നവർക്കാണ് ശരിയായ രീതിയിലുള്ള അതിൻ്റെ ആ ഒരു ആസക്തി. നമസ്കാരം പ്രിയമുള്ളവരെ, നമ്മുടെ വാർഡുകളിൽ നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന വാർഡുകളിൽ, അതാത് വാർഡുകളിൽ അല്ലേ, 1-ാം വാർഡ് 2-ാം വാർഡ്, ഇപ്പൊ നിലമ്പൂർ തന്നെ 1-ാം വാർഡ് 2-ാം വാർഡ് 3-ാം വാർഡ് അങ്ങനെയുണ്ട്. ഇതുപോലെ എല്ലാ സ്ഥലങ്ങളിലും, കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ മുനിസിപ്പാലിറ്റി ആവട്ടെ, പഞ്ചായത്ത് ആവട്ടെ, ഇവിടെയൊക്കെ തന്നെ എല്ലാ വാർഡുകളിൽ നിന്ന് തുടങ്ങണം എന്ത്, മദ്യത്തിന്റെ വേട്ട അല്ലെങ്കിൽ ലഹരിക്കെതിരെയുള്ള വേട്ട. നമ്മുടെ പൊന്നോമനകൾ മക്കള്, ഇപ്പൊ ഉദാഹരണം പറയാം, ഒരു 8-ാം ക്ലാസ് തൊട്ടിട്ട് 10-ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ കാര്യം എടുക്കാം. ഈ കുട്ടികളിൽ തന്നെ ധാരാളം കുട്ടികൾ സിഗരറ്റ് വലിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ബീഡി വലിക്കുന്ന കുട്ടികൾ, അതുപോലെ തന്നെ മദ്യപിക്കുന്ന കുട്ടികളുണ്ട് ഹൈസ്കൂളുകളിലൊക്കെ. അപ്പോ ഇതൊന്നും രക്ഷിതാക്കൾ അറിയുന്നില്ല. കോളേജ് കുട്ടികളുടെ കാര്യം പറയണ്ട, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഇപ്പോ ക്യാമ്പസിന്റെ അല്ലെങ്കിൽ അതിന്റെയൊക്കെ പിന്നാമ്പുറത്ത്, ഇപ്പൊ ഞാൻ പഠിച്ച മാനവദൻ ഹൈസ്കൂളുണ്ട്. മാനവദൻ ഹൈസ്കൂളിന്റെ പിന്നിൽ അന്നത്തെ ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. ആ സമയത്ത് ഇതിന്റെ പിന്നിലുള്ള കാടുകളിലൊക്കെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ തന്നെ ഇതുപോലെ അനാശാസ്യമായിട്ടും അതുപോലെ സിഗരറ്റ് വലിക്കാനൊക്കെ പോയിരുന്നു. അന്ന് ഞാനാണ് ഇവരെയൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഇവരെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി, അവരുടെ HMന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പോലീസിനെ വിളിച്ചിട്ട് വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂൾ PTA പ്രസിഡന്റ് ആവട്ടെ, ഇങ്ങനെയുള്ള എല്ലാവരും ചേർന്നിട്ട് ഇവർക്ക് തക്കതായ ശിക്ഷ, അത് വെറുതെ വാക്കുകൊണ്ടല്ല, അങ്ങനെ അസംബ്ലിയിൽ വെച്ചിട്ട് അടി കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോ ഇതൊക്കെ നമ്മൾക്ക് ഈ കാലഘട്ടത്തിലും അത്യാവശ്യം തന്നെയാണ്. നമ്മുടെ മക്കള് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് വാർഡുകളിൽ, നമ്മുടെ കുട്ടികളിൽ, നമ്മുടെ വീടുകളിലൊക്കെയുള്ള കുട്ടികളിലൊക്കെ ഇടയ്ക്ക് നമ്മുടെ രക്ഷിതാക്കളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, എന്താണ് അവർ ചെയ്യുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ കുട്ടികൾ കൂടുന്നത് അവരുടെ കൂട്ടുകെട്ടാണ്. ഇപ്പൊ പന്ത് കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എന്തിന് പള്ളിയിൽ പോവുകയാണ്, അമ്പലത്തിൽ പോവുകയാണ്. ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ടും നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്ന കുട്ടികളെ വഴിതെറ്റിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടാണ്, അവരുടെ കൂട്ടുകെട്ടാണ്. അപ്പോൾ ഇതില് ഇവര് ചെന്ന ഉടനെ മറയത്ത് പോകുന്നു, വലിയ ആളുകളെ പോലെ തീപ്പെട്ടി വീഴ്ചിക്കുന്നു, അതിനുള്ള സിഗരറ്റ് വലിക്കുന്നു, 2 പുക ഇടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആശ്വാസം കാട്ടിക്കൂട്ടറൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ തന്നെ എത്രയോ കാണുന്നതാണ്. അപ്പോ നമ്മളെ രക്ഷിതാക്കള് ഉണർന്നിരിക്കുക, ഒന്ന്. രണ്ടാമത്തെ, അവർക്ക് പരിമിതിയുണ്ട്. നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിക്കുക, അതാത് വാർഡുകളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണം. വെറുതെ വർത്താനം പറഞ്ഞ് ഉപദേശം കൊടുത്ത് 2 ചിരിയും കളിയും കളിച്ച് ചായ പിടിച്ച് പോരുന്ന ഉപദേശമല്ല. അപ്പൊ ഇവരെ വീടുകളിൽ ചെന്ന് ആൺകുട്ടിയാലും പെൺകുട്ടിയാലും കുടുംബാംഗങ്ങളുടെ ഇടയിലിട്ടാണ് പേറുക, അടിച്ചങ്ങട്ട് അവന്റെ വായന ചുണ്ടെന്നും ചോര ഒഴിക്കുക. തൂങ്ങിച്ചാവണം നിർബന്ധമാണ്, ചത്ത് പോട്ടെ തെണ്ടികൾ. കാരണം ഇവർ ചത്തില്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലും. അപ്പൊ അതിനേക്കാളും നല്ലത് ഇതിനടിമപ്പെട്ടവർ പരമാവധി മരിക്കുന്നവർ മരിച്ചു പോട്ടെ. കാരണം ഇല്ലെങ്കിൽ ഇവൻ നന്നാക്കണം നമുക്ക് അവരെ. ഒരെണ്ണം പോലും നശിച്ചു പോവരുത്, അതിനുവേണ്ടി പറയുന്നതാണ് നമ്മള്. അപ്പൊ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ, MDMA ആണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ വില്ലൻ. അപ്പൊ ഇപ്പോ നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എല്ലാ ഗ്രാമങ്ങളിലും ഇത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇതിന്റെ ബോധവൽക്കരണം. അത് പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, വെള്ളിയാഴ്ച ഓടുന്നു, അമ്പലങ്ങളിൽ സത്സംഗത്തിന് പോകുന്നു, സൺഡേ ക്ലാസ്സിൽ പോകുന്നു. ഈ പോകുന്ന തെണ്ടി ചെക്കന്മാരാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ലഹരിക്ക് അടിമപ്പെടുന്നത്. അതാണ് ഇതിന്റെ പ്രത്യേകത. മതം എന്ന് പറയുന്നത് വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ മാത്രമാണ് കുറെയൊക്കെ. അതുകൊണ്ടൊന്നും വലിയൊരു കാര്യമില്ല, ഒരു മതത്തിലുമില്ല. അവൻ വെറുതെ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്ന പോലൊക്കെ കാട്ടിക്കൂട്ടും. പുറത്ത് പോയിട്ട് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരം കളികളൊക്കെ നന്നായി അറിയുന്ന ഒരാളാണ് ഞാൻ, കേട്ടോ. ഞാൻ പൊതുപ്രവർത്തകനായിട്ട് വർഷങ്ങളായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ ഉണ്ട് ധാരാളം. അവരുടെ ഇടയിലൊക്കെ അവരൊക്കെ പറഞ്ഞ് കേട്ടതും അവര് കാഴ്ചകൾ എന്നെ കൊണ്ട് കാണിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ MDMA പോലുള്ള കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കുട്ടികളെ, ആൺകുട്ടികളായാലും പെൺകുട്ടികളാണെങ്കിലും, അവരെ നല്ല രീതിയിൽ പറഞ്ഞാലൊന്നും ചില കുട്ടികൾ നന്നാവില്ല. ചില കുട്ടികളെ സ്നേഹത്തോടെ ശാസിച്ചാൽ, അല്ലെങ്കിൽ മക്കളെ, നമ്മുടെ ഭാവി തലമുറ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് ഇത്രയും കാലം ഉണ്ടാക്കിയത് നമ്മൾ ഒരു സിഗരറ്റ് പോലും, ഒരു മുറുക്കാൻ പോലും ഉപയോഗിക്കാത്ത രക്ഷിതാക്കളുണ്ട് അല്ലേ. അപ്പൊ അവരെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കൂട്ടുകെട്ടിൽപ്പെട്ട് നമ്മുടെ കുട്ടികൾ പോയിട്ട് അതിൽ ചെന്ന് ചാടുന്നത്.
അപ്പൊ ലഹരി പാർട്ടിയാണ്. ലഹരി പാർട്ടി എല്ലാവർക്കും എന്തെങ്കിലും ചെറിയൊരു സന്തോഷം തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ ലഹരിയാണ്. അത് 250 രൂപ 500 രൂപേന്റെ പൊതി ലഹരി കൊടുത്തിട്ടാണ് അവർ ചെലവ് ചെയ്യുന്ന ഒരു സംവിധാനം, ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും വേണ്ട. കാരണം വെക്കേഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണാനില്ല. പ്രത്യേകിച്ച് അതുകൊണ്ട് നമ്മുടെ മക്കളെ അന്യ സംസ്ഥാനത്തിലേക്ക് കയറ്റി അയക്കാതിരിക്കുക. അവർക്ക് അവിടെ ബാംഗ്ലൂരിൽ എൻ്റെ സുഹൃത്തുണ്ട്, അവിടെ നല്ലൊരു കോഴ്സ് ഉണ്ട്, അവിടെ ചെല്ലാം, ഇവിടെ ചെല്ലാം, ബോംബെ ചെല്ലാം, മദ്രാസ് ചെല്ലാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെന്നൈയിൽ പോവാന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ നമ്മുടെ കുട്ടികൾ നമ്മളെ നിർബന്ധിക്കും. അപ്പൊ അവനവന്റെ നാട്ടിൽ അവനവന് കൊടുക്കുന്ന മാക്സിമം വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. കാരണം കൂട്ടുകെട്ടിൽ പെടുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷമായിട്ട് പോകുമ്പോൾ അവങ്ങൾ പഠിക്കാനായിട്ട് അച്ഛൻ്റെ അമ്മേനും കഷ്ടപ്പാട് മനസ്സിലാക്കി അവർ മാറ്റാനായിട്ട് പോകുന്ന പോലെയൊക്കെയാണ് കാട്ടുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ചെന്നത് അവരുടെ കെണിയിലാണ് ചെന്ന് പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അവരവരുടെ വാർഡുകളിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ഈ ലഹരി വേട്ട. ഒരെണ്ണത്തിന് പോലും വെറുതെ അടിച്ച് പുറംപൊളിക്കണം. ഏത് നായിന്റെ മക്കളായാലും, ഏത് രാഷ്ട്രീയക്കാരുടെ ഫലമായിക്കോട്ടെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ കോൾ വരെ തരും. ഞാൻ ഇവരൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അവനെ വേഗം സ്റ്റേഷനിൽ നിന്ന് വേഗം പുറത്തു വിടും. അതിനു മുമ്പേ പേറി അവൻ അവസാനിപ്പിക്കും. ഈ ജന്മത്തിൽ അവൻ ലഹരി ഉപയോഗിക്കരുത്. അമ്മതിരത്തെ ആയിരിക്കണം നമ്മൾ ഇനി മുതൽ ചെയ്യേണ്ടത്. ഓക്കെ, അത് എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. താങ്ക് യു.